ഹായ് ഡിയർ വൺസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ക്വസ്റ്റ്യൻ ബാങ്കുകൾ നോക്കുന്നത് നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. കാരണം എങ്ങനെയാണ് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ, ഏതൊക്കെ ടൈപ്പ് രീതിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളുടെ ഒരു അറിവ് അനലൈസ് ചെയ്യാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് റെഫറിങ് ദ ക്വസ്റ്റ്യൻ ബാങ്ക്സ്. അപ്പൊ നമുക്ക് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാത്യു ആർണൾഡ് touchstone method is primarily used to dash. സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുള്ളത് touchstone മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മാത്യു ആർണൾഡ് ആണ്. പക്ഷെ എന്തിനാണ് touchstone മെത്തേഡ് യൂസ് ചെയ്യുന്നത്? Just judge poetry by comparing it with the passages from the great poets. ശരിക്കും പറഞ്ഞാൽ touchstone മെത്തേഡും കൊണ്ട് മാത്യു ആർണൾഡ് ഉദ്ദേശിക്കുന്നത് ഒരു അളവുകോലാണ്. പ്രീവിയസ്ലി നമ്മൾക്കില്ല നമ്മുടെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് പോയറ്റ്സിന്റെ വർക്കുകളിൽ നിന്നും ആ വർക്കുകൾ ഒരു അളവുകോലായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നത്തെ ഇപ്പോഴത്തെ നമ്മുടെ റൈറ്റേഴ്സിന്റെ വർക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു മെഷറിംഗ് ഡിവൈസ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രീവിയസ് വർക്കുകൾ എന്ന് പറയുന്നത്. മാത്യു ആർണൾഡ് touchstone method evaluates poetry by comparing it with the short passages from the universally acknowledged great poets like Homer and Shakespeare, not by biography or form alone. നമ്മളവിടെ ഉപയോഗിക്കുന്നത് അവരുടെ ബയോഗ്രഫി ഒന്നുമല്ല, അവരുടെ വർക്കുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രസന്റ്ലി ഉള്ള വർക്കുകളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. According to T.S. Eliot, tradition and individual talent refers to dash, a historical sense involving past and present together. T.S. Eliotന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലന്റ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ട്രഡീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് പോലെ ആക്ട് ചെയ്യും. നമ്മുടെ പോയിട്രി ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് ഒരു കാറ്റലിസ്റ്റ് പോലെ ആക്ട് ചെയ്യും. പക്ഷെ ഒരിക്കലും അതിന്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ ഇതിന്റെ ഒരു എസെൻസോ പ്രസൻസോ ഒന്നും ഉണ്ടാവില്ല. എലിയറ്റ് ട്രഡീഷനെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ഒരു സെൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നോളജ് വേണം, നമ്മൾ അതിനെ വെറുതെ കോപ്പി ഡൗൺ ചെയ്യാനായിട്ട് പാടില്ല. നോട്ട് മിയർ ഇമിറ്റേഷൻ, അതല്ല ഉദ്ദേശിക്കുന്നത്. വി റിക്വയർ എ ഹിസ്റ്റോറിക്കൽ സെൻസ്. പക്ഷെ നമുക്ക് അതിനെ കോപ്പി ചെയ്യാണ്ട് അതിന്റെ ഒരു എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പ്രസന്റ്ലി നമുക്ക് വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. In animal form, the statement all animals are equal, but some animals are more equal than others signifies ഈ ആനിമൽ ഫോം എന്ന് പറയുന്ന ജോർജ് ഓർവെലിന്റെ ഡെസറ്റോപ്പിയൻ നോവലാണ്. അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാ ആനിമൽസും ഈക്വൽ ആണ്, പക്ഷെ ചില ആനിമൽസ് അവരെക്കാൾ കുറച്ചും കൂടെ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ കറപ്ഷൻ ഓഫ് റെവല്യൂഷണറി ഐഡിയാസ്. ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മുടെ നേതാക്കന്മാർ, അത് ഏതുമായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവര് നമ്മളിൽ ഒരാളാണ്, നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അവരെപ്പോഴും പറയുന്ന ഒരു പ്രസ്താവനയാണ്, ഞങ്ങൾ ജനങ്ങളിൽ ഒരാളാണ്, പക്ഷെ സംടൈംസ് ദേ ആർ മോർ ഈക്വൽ ദാൻ നോർമൽ പീപ്പിൾ. അത്രേ ഉള്ളൂ. ഇറ്റ്സ് കറപ്ഷൻ ഓഫ് റെവല്യൂഷണറി ഐഡിയൽസ്. Altered Commandment highlights how power corrupts leaders and exposes the betrayal of the original ideas of equality. എന്ത് പറഞ്ഞാലും നമ്മുടെ ഈ വർക്കിനകത്ത് എസ്പെഷ്യലി നമുക്ക് ആ വർക്ക് ആ ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. പവർ കഴിഞ്ഞു കഴിയുമ്പോൾ ആക്ച്വലി അവർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് തന്നെ മറന്നു പോകുന്നുണ്ട് ദ ലീഡേഴ്സ്. The act of waiting for Godot mainly symbolizes, അവിടെ നമുക്കറിയാം വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ വ്ളാഡിമറും എസ്ട്രഗനും ദർ വെയിറ്റിംഗ് ഫോർ ഗോദോ. അവർക്ക് ആരാണ് ഗോദോ എന്ന് അറിയത്തില്ല, ബട്ട് സിംപ്ലി ദർ വെയിറ്റിംഗ് ഫോർ ഗോദോ. അവർ വരുന്നവരുടെ അടുത്തും പോകുന്നവരുടെ അടുത്തും ലക്കിയുടെ അടുത്തും പോസ്റ്ററുടെ അടുത്തും പറയുന്നുണ്ട് ദർ വെയിറ്റിംഗ് ഫോർ ഗോദോ. മെസ്സഞ്ചർ ബോയ് വരുമ്പോഴും പറയുന്നുണ്ട് ഇന്ന് ഗോദോ വരില്ല, യു നീഡ് ടു വെയിറ്റ് ഫോർ ഗോദോ. ആൻഡ് ദർ സിംപ്ലി വെയിറ്റിംഗ് ഫോർ ഗോദോ. പക്ഷെ ഇവർക്ക് ഗോദോ ആരാ, എവിടെന്നാ വന്നെ, എപ്പോഴാ വന്നെ, എന്തിനാ ഇവർ ഗോദോന് വേണ്ടി കാത്തിരിക്കുന്നത്, അതൊന്നും അറിയത്തില്ല. So it symbolizes human existence and the meaninglessness. അവിടെ ഒരു endless waiting ആണ്. ഗോതം ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് they are simply waiting. ആ ഒരു endless waiting represent ചെയ്യുന്നത് the absurdity of human life and the search for the meaning in a purposeless world. ഒരു ശൂന്യമായിട്ടുള്ള ലോകത്ത് they are searching for something. പക്ഷേ it shows the absurdity. In Old Man and the Sea, Santiago's struggle with Marlene primarily represent dash.
ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന് പറയുന്ന ആ ഒരു വർക്കിനകത്ത് ഇറ്റ്സ് എ നോവല്ല. സാന്റിയാഗോയുടെ സ്ട്രഗിള്, മാർലിനുമായിട്ടുള്ള ആ ഒരു സ്ട്രഗിൾ, ഒരു മീൻ ആണോ അതുമായിട്ടുള്ള സ്ട്രഗിള് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഹ്യൂമൻ എൻട്രൻസ് ആൻഡ് ഡിഗ്നിറ്റി ഇൻ സ്ട്രഗിൾ. സാന്റിയാഗോസ് ബാറ്റിൽ symbolizes the indomitable human spirit. Though he loses the marlin to shark, his dignity, courage and perseverance remain intact. That is central to Ernest Hemingway's philosophy. നമ്മളെ പരാജയപ്പെടുത്താൻ സാധിച്ചേക്കാം, പക്ഷെ നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഇൻഡോമിനബിൾ ഹ്യൂമൻ സ്പിരിറ്റ് ആണ് ഈ ഒരു സാന്റിയാഗോയുടെ സ്ട്രഗിള് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വുദറിംഗ് ഹൈറ്റ്സ് ദ ക്യാരക്ടർ ഓഫ് ഹെത്ക്ലിഫ് is best described as dash. എമിലി ബ്രോണ്ടയുടെ വുദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു നോവലില് ഹെത്ക്ലിഫിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡിഫൈൻഡ് ആസ് എ ബൈറോണിക് ഹീറോ driven by passion and revenge. ഹെത്ക്ലിഫിനെ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു ബൈറോണിക് ഹീറോ ആയിട്ട്, ഡാർക്ക്, ബ്രൂഡിംഗ്, intensely passionate and revengeful, reflecting emotional excess rather than moral idealism. In Go to Small Things, the love lose refer to dash. Go to Small Things എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ഐമീനത്ത് സെറ്റ് ചെയ്തിട്ടുള്ള അരുന്ധതി റോയുടെ ബുക്ക് പ്രൈസ് വിന്നിംഗ് നോവൽ ആയിട്ടുള്ള ഗോ ടു സ്മോൾ തിങ്സിൽ ലവ് ഫ്ലോസ് റെഫർ ചെയ്യുന്നത് എന്തിനെയാണ്? സോഷ്യൽ റൂൾസ് ഗവേണിംഗ് ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് ഇവിടെ ലവ് ലോ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഹൂ ഷുഡ് ബി ലവ്ഡ്, ഹൗ ആൻഡ് ഹൗ മച്ച്. അതായത് നമ്മൾ ആരെ എത്രത്തോളം എങ്ങനെ സ്നേഹിക്കണം എന്നീ നോവലില് ഒരു ജെൻഡർ ക്ലാസ് ഡിഫറൻസ് വെച്ച് പറയുന്നുണ്ട്. അപ്പൊ അന്നത്തെ ആ ഒരു ഒപ്രസീവ് സോഷ്യൽ സ്ട്രക്ചറിൽ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ. നമുക്കൊരാളെ സ്നേഹിക്കണമെങ്കിൽ, നമുക്കൊരാളെ ഇഷ്ടത്തോടെ പെരുമാറണമെങ്കിൽ വി ഹാവ് ടു ബി ഇൻ ദ framework of that constructive society. In A Christmas Carol, what change primarily occurs in Ebenezer Scrooge by the end of the novel? നമ്മുടെ ചാൾസ് ഡിക്കൻസിന്റെ എ ക്രിസ്മസ് കാരൽ എന്ന് പറയുന്ന ഈ ഒരു വർക്കിനകത്ത് എബനൈസർ സ്ക്രൂജ് എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്താണ് സംഭവിക്കുന്നത്? ഭയങ്കര പിശുക്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെ എബനൈസർ സ്ക്രൂജ്. ഹി ട്രാൻസ്ഫോം ഫ്രം മിസർലിനസ് ടു ജെൻറോസിറ്റി. സ്ക്രൂജിന്റെ ജേർണി ഒരു മോറൽ ആൻഡ് ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. ത്രൂ ദ വിഷൻ ഓഫ് ത്രീ സ്പിരിറ്റ്സ് ഹി ലേൺസ് compassion, generosity and social responsibility, embodying Dickens' message of human redemption. അതായത് എബനൈസർ സ്ക്രൂജ് ഇങ്ങനെ ഒരു രൂപ പോലും പിശുക്കി ഉപയോഗിക്കുന്ന അത്ര പിശുക്കനായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഈ എബനൈസർ സ്ക്രൂജ്. പക്ഷെ അയാൾ കാണുന്ന ആ ത്രീ വിഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ അയാളുടെ സ്വഭാവം മൊത്തത്തിൽ മാറുകയാണ്. ഹി ലേൺസ് കമ്പാഷൻ, ജനറോസിറ്റി, ഭയങ്കര നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് എബനൈസർ സ്ക്രൂജ് ട്രാൻസ്ഫോം ചെയ്യാണ്. ശരിക്കും ഡിക്കൻസിന്റെ ഒരു മെസ്സേജ് ആണത്, ലോകത്തോടുള്ള ഒരു മെസ്സേജ് ആണ്. യു ഹാവ് ടു ബി ലൈക്ക് Ebenezer Scrooge, whom we see at the end of the novel. Okay, നമ്മൾ കാണുന്ന എബനൈസർ സ്ക്രൂജ് പോലെ ആവണം ടു ഗെറ്റ് റിഡംഷൻ, ടു ഗെറ്റ് സാൽവേഷൻ എന്ന് ചാൾസ് ഡിക്കൻസ് നമ്മുടെ അടുത്ത് പറയാണ്. In Pygmalion, George Bernard Shaw, Eliza Doolittle's transformation mainly highlights dash. ജോർജ് ബെർണാഡ് ഷോയുടെ വർക്കാണ് പിഗ്മാലിയൻ. പിഗ്മാലിയന്റെ അകത്തുള്ള സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള എലൈസ ഡൂഡിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവർ സെല്ലിംഗ് ഗേളിനെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ് കാണിക്കുന്നത്? റോൾ ഓഫ് ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ക്ലാസ് മൊബിലിറ്റി. അതായത് നമ്മുടെ എലൈസ ഡോഡറ്റിൽ സംസാരിക്കുന്നത് കൊഹിനി ഡയലക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വർക്കിംഗ് ക്ലാസ് ഡയലക്റ്റ് ആണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഫസർ ഹിജിൻസ് എലൈസനെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം നന്നായി ട്രെയിൻ ചെയ്യാണ്, ടു യൂസ് ദ പ്രോപ്പർ ആൻഡ് ദ ബെസ്റ്റ് ലാംഗ്വേജ്. നല്ല രീതിക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള റിസീവ്ഡ് പ്രൊനൗൺസിയേഷനിൽ സംസാരിക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എലൈസയ്ക്ക് ഒരു അപ്പർ ക്ലാസ് വുമൺ പോലെയുള്ള ഒരു അപ്ഗ്രഡേഷൻ കിട്ടുകയാണ്. നമുക്ക് തന്നെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, സംസാരം കേൾക്കാൻ എന്ത് രസമാണ്, എത്ര എലഗന്റ് ആയിട്ടാണ് സംസാരിക്കുക, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഇമോഷൻസും ഐഡിയാസും കൺവേ ചെയ്യുന്നത്. സോ ലാംഗ്വേജ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ദ ക്ലാസ് മൊബിലിറ്റി. ഓക്കെ, ഇപ്പൊ എലൈസയുടെ ആ ഒരു സ്പീച്ചിന്റെ ചേഞ്ച് ലാംഗ്വേജ് മൂലമാണ് അവൾക്ക് ആ ചേഞ്ച് കിട്ടുന്നത്. ബൈ ബർത്ത് ഷീ ഈസ് നോട്ട് എൻ അപ്പർ ക്ലാസ് വുമൺ ആൻഡ് ഡിറ്റർമൈൻ സോഷ്യൽ സ്റ്റേറ്റസ്. George Bernard Shaw critiques rigid class structure and emphasizes individual self-respect by emphasizing the character Eliza Doolittle.
നല്ലൊരു പ്ലേ ആണ് കേട്ടോ. എലൈസ ഡൂഡറ്റലിന്റെ ഈ കഥ പറയുന്ന പിഗ്മാലിയൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലേ. മൈ ഫെയർ ലേഡി എന്ന് പറയുന്ന പേരിൽ ഈ ഒരു പ്ലേ ഫിലിം ആക്കിയിട്ടുമുണ്ട്. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ജസ്റ്റ് വാച്ച് ഇറ്റ്. അല്ലെങ്കിൽ ഇതിന്റെ കുറെ ക്ലിപ്പിംഗ്സ് യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആ ഒരു ലേഡിയുടെ ആ ഒരു പ്രൊനൗൺസിയേഷൻ സ്റ്റൈലും അന്നത്തെ ഒരു പഴയ ഇതിലെ ഫൊണറ്റിക്സിന്റെ ഒരു സ്ക്രിപ്റ്റ് ജനറേഷനും നമ്മുടെ അതൊക്കെ നല്ല രസമാണ്. ആ ഒരു ഇഫ് യു ഡോണ്ട് ഹാവ് ദ ടൈം ടു റീഡ് ദ പ്ലേ, just go and watch the movie My Fair Lady. Thank you.